ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുഞ്ഞ് ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നവരാണല്ലേ. ആ ഫ്രിഡ്ജിൽ നിന്ന് ഇടയ്ക്ക് നമുക്കൊരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യാറില്ലേ? ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജൊക്കെ തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമ്പോൾ നമ്മൾ ആകെ ഒരു ഡിസ്കംഫേർട്ട് ആവാറുണ്ട് അല്ലേ. ഒരു പ്രത്യേക തരം സ്മെല്ലായിരിക്കും. ചിലപ്പോൾ ചില ഫ്രിഡ്ജിൽ നിന്ന് ഉണ്ടാവും, ചില ഫ്രിഡ്ജിൻ്റെ കൂളിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടൊരു ബാഡ് സ്മെല്ല് വരും. ചിലവർക്ക് അതായിരിക്കില്ല. ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് അത് കുറേ ദിവസം കഴിയുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും. അങ്ങനെ ടോട്ടലി ഫ്രിഡ്ജിൽ നിന്ന് സ്മെല്ല് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അത് മാറ്റാൻ എന്താണ് വഴി? ഒരു ഐഡിയ ഉണ്ട്. എന്താ അത് കാണാം. നമുക്ക് ഇതിനായിട്ട് ആവശ്യം ഒരു ലെമണും പിന്നെ സോഡ പൗഡറും പിന്നെ ഒരു ചെറിയൊരു ഗ്ലാസ്സുമാണ്. ഫസ്റ്റ് നമുക്ക് ലെമൺ ഒന്ന് കട്ട് ചെയ്യാം. ലെമണിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമുക്ക് മതി. ഒരു ഗ്ലാസ്സിലോട്ട് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കാം. അതിനുശേഷം സോഡ പൗഡർ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ലെമണിലോട്ട് ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല പതഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസിയും എഫക്റ്റീവുമാണ്. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു കോർണറിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൻ്റെ മുകളിലോ അടിയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് വെക്കാം. ഒരു കുഴപ്പമില്ല. നല്ല റിഫ്രഷിങ് കിട്ടും. ബാഡ് സ്മെല്ലൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ എഫക്റ്റീവ് ആയിരുന്നു. വളരെയധികം ഇഷ്ടമായി. അപ്പോൾ നിങ്ങളിലോട്ട് ഞാൻ ഷെയർ ചെയ്ത് അതുകൊണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്ത് നോക്കാം. നമ്മുടെ കിച്ചണിൽ തന്നെ ഉണ്ടാകുന്ന 2 ഐറ്റം അല്ലേ. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ അഭിപ്രായങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണില്ല, ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതിന് ഓൾ ഓപ്ഷൻ കൊടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിലോട്ട് എത്തുള്ളൂ. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഈ കുഞ്ഞു ടിപ്സൊക്കെ എല്ലാവരിലോട്ട് എത്തിക്കുക. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.